ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ജീസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പ്രിയജനമേ, യേശു ക്രിസ്തുവിൽ എല്ലാ പ്രിയജനങ്ങൾക്കും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമായിട്ട്. എൻ്റെ പ്രിയജനമേ, ഇന്നത്തെ ചിന്താവിഷയം ദൈവം ആരെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്, ആരെയാണ് ആശീർവദിക്കുന്നത്. എൻ്റെ പ്രിയജനമേ, നാം എല്ലാവരും ഭൂമിയിൽ സകലവരും അനുഗ്രഹിക്കുവാനും ആശീർവദിക്കപ്പെടാനും വേണ്ടിയാണ് കർത്താവെ സകലവരും ഭൂമിയിൽ സകല ജനങ്ങളും ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും തന്നെയാണ്. അത് ഒരിക്കലും തെറ്റില്ല. അത് നമ്മൾ വിശ്വാസികളായാലും അവിശ്വാസികളായാലും ശരി. പക്ഷേ ദൈവം ഈ ഭൂമിയിൽ അങ്ങനെ അനുഗ്രഹിക്കാനാണോ ഇവിടെ വന്നിരിക്കുന്നത്? എൻ്റെ ദൈവജനമേ, പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് കർത്താവെ? എൻ്റെ കർത്താവ് എന്നാൽ എൻ്റെ ദൈവം അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹമില്ല എന്നല്ല, ആദ്യം നമ്മൾ ദൈവം അനുഗ്രഹിക്കപ്പെടുമെന്ന് പുതിയ നിയമത്തിൽ എവിടെയും എൻ്റെ കർത്താവ് പറഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ ദൈവം അനുഗ്രഹിക്കപ്പെടും. നമ്മൾ സഭയിൽ പോകുന്നത് കൊണ്ടാണോ അനുഗ്രഹിക്കപ്പെടുന്നത്? 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, 5 വർഷമായി, 10 വർഷമായി സഭയിൽ പോകുന്നു, ആരാധിക്കുന്നു, പാട്ട് പാടുന്നു, സുവിശേഷം കൊടുക്കുന്നു, ദൈവത്തിന് കൊടുക്കേണ്ട വേലകൾ ചെയ്യുന്നു, എല്ലാം നാം ചെയ്യുന്നുണ്ട്. ഇതാണോ? ഇതെല്ലാം ദൈവം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇത് എന്തോ പറയും പോലെ ദൈവത്തെ സ്വീകരിച്ചു ദൈവമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ജനങ്ങളും സഭയ്ക്ക് പോകുന്നു, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ നാം സഭയ്ക്ക് എന്തിനാണ് പോകുന്നത്? എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് നേടാൻ വേണ്ടിയാണ് പോകുന്നത്, അല്ല ക്രിസ്തുവിനെ സ്നേഹിച്ചത് കൊണ്ടല്ല. അപ്പം ദൈവം ഇവിടെ അനുഗ്രഹിക്കപ്പെടുന്നത് എന്താണ്? ആരെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? ആശീർവദിക്കുന്ന ആരാണ്? ഒരിടത്തും പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. എല്ലാം എവിടെയാണ്? Efesiയർ 1:3 സകല ആത്മീക നന്മകളാലും യേശു ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എന്താണ് ആത്മീക നന്മകളാൽ? എന്താണ് ആത്മീകം? ആത്മീകം മുമ്പേ മത്തായി 6:33 പറയുമ്പോൾ ആദ്യം നിങ്ങൾ മുമ്പേ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, സകലവും പിന്നെ വരുമെന്നാണ്. അപ്പോൾ എന്താണ് മുമ്പേ രാജ്യവും നീതിയും പറഞ്ഞിരിക്കുന്നത്? മുമ്പേ രാജ്യവും നീതി അന്വേഷിക്കുവിൻ, ബാക്കി സകലവും കൊടുക്കുന്നത് ദൈവം പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? നമ്മൾ അത് വേണം ഇത് വേണം, അതല്ല. മുമ്പിൽ രാജ്യനീതി എന്താണ് രാജ്യനീതി അന്വേഷിക്കുവാൻ? ഇവിടെ തന്നെ രാജ്യനീതി എന്താണ്? അപ്പോസ്തലർ 2:38 പറയുന്നത് പോലെ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലുമ്പോൾ നമ്മളായി മകനായി മക്കളായി പരിശുദ്ധമായി നിത്യജീവനായി ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. അതിനാൽ 2 ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. നമ്മൾ പുതിയ സൃഷ്ടി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുത്തൻ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം എന്താവണം? പുതിയ സൃഷ്ടിയാവണം. പുതിയ സൃഷ്ടി വീണ്ടും ജനിക്കണം. നാം ജനിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ പരീക്ഷിക്കേണ്ടത്. എൻ്റെ പ്രിയ ജനങ്ങളെ, നിങ്ങൾ വഞ്ചിച്ചു പോകരുത്. സഭയിൽ പോകുന്നു, 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായി, ഇതിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുന്നില്ല, ബുദ്ധിമുട്ട് മാറുന്നില്ല, കഷ്ടങ്ങൾ മാറുന്നില്ല, നിങ്ങളുടെ എല്ലാം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തു ഇല്ല. നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവം അനുഗ്രഹിക്കും. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Efesiയർ സകല ആത്മീക നന്മകളാലും യേശു ക്രിസ്തുവിൽ. അതിൻ്റെ അർത്ഥം എന്താണ്? നാം യേശു ക്രിസ്തുവിനോടും യേശു ക്രിസ്തു നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ, അതാണ് അപ്പൻ മകനെന്ന ബന്ധം. ആ ബന്ധത്തിലിരിക്കുമ്പോഴാണ് മാത്രമാണ് നമുക്ക് അനുഗ്രഹിക്കപ്പെടുന്നത്. എന്താണ്? യോഹന്നാൻ 1:12 പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മകനായി മക്കളായി. അപ്പോൾ ആരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? മക്കൾ. അല്ലാതെ സഭയ്ക്കകത്ത് പോകുന്നവരല്ല, പാട്ടുപാടുന്നവരല്ല, ആരാധിക്കുന്നവരല്ല, സുവിശേഷം കൊടുക്കുന്നവരല്ല, അവരെല്ലാം ആഗ്രഹിക്കും. ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ ഉദ്ദേശമോ ഇതാണ്. ഭൂമിയിൽ സകലവരും പാപത്തിൽ കിടക്കുന്നു. അവരെ ദൈവത്തിൻ്റെ മക്കളാകാൻ വേണ്ടിയാണ് തൻ്റെ ഏകജാതന പുത്രൻ. അതാണ് യോഹന്നാൻ 3:14 ഏകജാതന പുത്രനെ സ്വീകരിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ആ പുത്രൻ നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതന പുത്രനെ ഭൂമിയിൽ അയച്ചു. ആ പുത്രനെ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്താണ് അനുഗ്രഹിക്കപ്പെടുന്നത്. പുത്രനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ? പുത്രനെ സ്വീകരിക്കാതെ വെറും പേരിന് മാത്രം സഭയിൽ പോകുന്നു, വന്നു പറയുമ്പോൾ കേൾക്കുന്നു. 10 മണിക്ക് ആരാധന, 11 മണി കഴിഞ്ഞു, 12 മണി കഴിഞ്ഞ് ആരാധന, പാട്ട് എല്ലാം കഴിഞ്ഞു, സുവിശേഷം കഴിഞ്ഞു, എല്ലാം പോകുന്നു. വരുന്നുണ്ട് വർഷങ്ങളായി, മാസങ്ങളായി. അവരുടെ വിഷയങ്ങൾ മാറുന്നുണ്ടോ? കഷ്ടങ്ങൾ മാറുന്നുണ്ടോ? ഒന്നും മാറുന്നില്ല. എന്താ മാറാത്ത കാരണം? എന്താണ്? അവർ വീണ്ടും ജനിച്ചിട്ടില്ല.
അവർ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, യേശു ക്രിസ്തു അവരുടെ ഉള്ളിൽ വരും. അവരുടെ ക്രിസ്തു അവരുടെ ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ അവരിൽ കൂടി ആ ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും അവരുടെ എല്ലാം വെളിപ്പെട്ട് വരും. എൻ്റെ ദൈവജനമേ, നിങ്ങൾ ക്രിസ്തുവിൽ പള്ളിയിൽ പോകുന്നത് മാത്രം കൊണ്ട് നിങ്ങൾ കർത്താവ് അനുഗ്രഹിക്കപ്പെടുന്നതല്ല. സുവിശേഷം ചെയ്യുന്നത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നതല്ല. സ്വോത്രകാശ് കൊടുക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നതല്ല. പാട്ട് പാടുന്ന അനുഗ്രഹിക്കപ്പെടുന്നതല്ല. ആ വചന യോഹന്നാൻ 4:24 പറഞ്ഞാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും, ആത്മാവിലും സത്യത്തിലും. എത്ര പേരാണ് ആത്മാവിലും സത്യത്തിനും ആരാധിക്കുന്നത്? പറയും, എത്ര പേരാണ് ആത്മാവിലും സത്യത്തിനും ആരാധിക്കുന്നത്? ദൈവത്തിനെ സ്വീകരിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിനും ആരാധിക്കണം. ബുദ്ധിയിലും ആരാധിക്കും, ആത്മാവിലും ആരാധിക്കണം. ആത്മാവിൽ ആരാധിക്കുമ്പോഴാണ് ദൈവം അവൻ്റെ കൂടെ ഉള്ളതെന്ന് അറിയാൻ പറ്റുന്നത്. എത്ര പേരാണ് ആത്മാവിൽ ആരാധിക്കുന്നത്? സഭ കഴിഞ്ഞ് വരട്ട് അവരുടെ ആ ക്രിസ്തുവിനുള്ള നല്ല പ്രവൃത്തി കാണാൻ പറ്റും? ഇല്ല. എൻ്റെ പ്രിയജനമേ, നിങ്ങൾ വർഷങ്ങളായി, 5 വർഷമായി, 10 വർഷമായി, അതാണ് എബ്രായർ 5:12 കാലങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെന്നോ പാസ്റ്റർമാരെ സുവിശേഷം വരെ ഇന്ന് നിങ്ങൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ്, നിങ്ങൾ എത്ര സുവിശേഷം പറയും, എന്തൊക്കെയോ സുവിശേഷം ചെയ്യാൻ വർഷങ്ങൾ കഴിഞ്ഞു പോയി. 5 വർഷം, 10 വർഷം, 15 വർഷം ഇനി ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രയോജനവുമില്ല. വെറുതെ അങ്ങേ തന്നെ പാസ്റ്റർ എന്ത് പറഞ്ഞാൽ എത്ര വചനങ്ങൾ കേട്ടിരിക്കുന്നു, എത്ര മെസ്സേജുകൾ കേട്ടിരിക്കുന്നു. കേട്ട് എന്തെങ്കിലും നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ആവാനുള്ളതാണ്. വരുമ്പോൾ മെസ്സേജുകൾ കേട്ട് കളയുന്നതല്ല. അതിൽ ഒരു മാറ്റവും വരുന്നില്ലല്ലോ. കർത്താവേ, വന്നിരുന്ന് ആടാനും പാടാനും പരിശുദ്ധാത്മാവ് വന്നു പറയാണ്. പരിശുദ്ധാത്മാവ് അന്യഭാഷ പറഞ്ഞു. ഇതുകൊണ്ടും ജീവിതകാലം വരയ്ക്കും അന്യഭാഷ. ഇതിനു വേണ്ടിയാണ്. വരങ്ങളുടെ അവസാനത്തെ വരമാണല്ലോ ഈ അന്യഭാഷ. ആദ്യം തൊട്ട് അവൻ വയസ്സായാലും അന്യഭാഷ. അവനും വിചാരിക്കുന്നത് എന്താണ്, ഈ അന്യഭാഷ കിട്ടിയാൽ മതി, എല്ലാം കിട്ടിയാൽ. ഒരു മാനേജർ പോസ്റ്റ് ഒരു ഉദാഹരണം, ഒരു ജോലി സ്ഥലത്ത് ഒരു മാനേജർ പോസ്റ്റ് കൊടുക്കുകയാണ് ഒരാൾക്ക്. മാനേജർ പോസ്റ്റ് കിട്ടുമ്പോൾ അവിടെ ആ മാനേജറിന് എന്തൊക്കെ വേണോ അതെല്ലാം ആനുകൂല്യമുണ്ട്. അപ്പോൾ ആ മകന് ഒരു വീട് കിട്ടി. അപ്പോൾ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് താൽക്കാലിക വീടാണ്, ഇനി അതിന് പിന്നെ വേറെ നില വീടുകളുണ്ട്, ഇതിനപ്പുറം ഇത് ചെറുതാണ്. അപ്പോൾ അവൻ്റെ ഇതിന് വലിയ വീടാണ്. കാരണം ഓലമേഞ്ഞ കുടിലാണ് കിടന്ന മകൻ. അവനത് കിട്ടിയപ്പോൾ എന്താണ്, ഇതിനപ്പുറം ഇനിയും ഉണ്ട്, ഇതിന് വേറെ എത്രയോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വരങ്ങൾ ഏറ്റവും ചെറുതാണ്. ഇത് ആദ്യം മുതൽ അവസാനം വരെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് അന്യഭാഷ പറഞ്ഞു. നിങ്ങൾ വഞ്ചിതരാകരുത്. ഇതല്ല അന്യഭാഷ. എന്താണ് അന്യഭാഷ? നീ എന്നിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിലിരുന്നു കൊണ്ട് സംസാരിക്കുകയും, ഇത് സഭയ്ക്കകത്ത് വന്നിരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് അത് എന്താണ്, അത് മറുപടി കൊടുക്കാൻ നമുക്ക് അന്യഭാഷ സംസാരിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കരുത്. ഇത് ആദ്യം മുതൽ അവസ്ഥ ജീവിതകാലം ഒരുക്കും ഇത് പറഞ്ഞു കൊടുക്കുക. എന്നാൽ അവരുടെ വിചാരം എന്താണ്, അന്യഭാഷ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ആയിക്കഴിഞ്ഞു. ആ അന്യഭാഷയെ കിടന്ന് സംസാരിച്ച് നോക്കിയാൽ ഒരു നല്ല ഒരു പ്രവൃത്തി പോലും അവിടെ കാണുന്നില്ല, നല്ല സൽപ്രവൃത്തി കാണുന്നില്ല. മത്തായി 5:14 നിങ്ങൾ നല്ല സൽപ്രവൃത്തി കൊണ്ട് ദേശത്തും സഭയ്ക്കകത്തും നിങ്ങൾ കാണുമ്പോൾ സ്വർഗീയ പിതാവ് സന്തോഷിക്കുമെന്ന്. എത്ര പേരാണ് അന്യഭാഷ പറഞ്ഞത്? അന്യഭാഷ വേണം, നിർത്താൻ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, അന്യഭാഷ ഒന്നും നിർത്തല്ലെന്ന്. പക്ഷേ അന്യഭാഷ എന്താണ്? നിങ്ങൾ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചാലും ശരി, ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, സംസാരിച്ചൊരു ഫലവുമില്ല. ചിലമൊന്ന് ചെമ്പോ വളയായി നിങ്ങൾ മാറും. അപ്പോൾ ഞാനിത് പറഞ്ഞു പറഞ്ഞത് ഇതിനു വേണ്ടിയാണോ? യേശു ക്രിസ്തു അനുഗ്രഹിക്കപ്പെട്ട ആരെയാണ്? മക്കൾ നാം മക്കളാവണം, മകനാവണം. അതിനുവേണ്ടിയാണ് ദൈവകർത്താവ് ഭൂമി തൻ്റെ ഏകനാപുത്രൻ്റെ ഭൂമിയിൽ വെച്ചത്. അത് നാം സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല, സ്വീകരിച്ചിട്ടില്ല. സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഷ്ടം മാറിക്കാനുള്ള ബുദ്ധിമുട്ടുകാലം. എൻ്റെ പ്രിയജനമേ, ഞാനും അതിൽ നിന്ന് കടന്നു വന്നവനാണ്. 2015 മുതൽ 2020 വരെ കർത്താവെ, ഞാൻ ഇതിൽ നിന്നും വളരെ പ്രയാസത്തോടു കൂടിയും ദുഃഖത്തോടു കൂടിയും എല്ലാം കടന്നു വന്നവൻ തന്നെയാണ്. വളരെ കഷ്ടത്തുടന്ന് അന്ന് എൻ്റെ യേശു ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞില്ല. ജാതികൾ പോകും പോലെ പള്ളിയിൽ പോകുന്നു, ആരാധിക്കുന്നു, പാട്ടുപാടുന്നു, ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 5 വർഷമായിട്ട് ഒരു മാറ്റവുമില്ല. കാരണം എന്ത്? ആത്മാവില്ലാത്ത ജീവിതമായിരുന്നു. യേശു ക്രിസ്തു തമിഴിലെ സാംസൺ പാൽ എന്ന മകൻ പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഞാൻ കേൾക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ കേൾക്കാനും അതിൽ കൂടി ബലപ്പെടുവാൻ തുടങ്ങി. ആ മകൻ്റെ മെസ്സേജുകൾ കേൾക്കാനും എന്താണ് ആത്മീകം, എന്താണ് ജീവിതം, യേശു ക്രിസ്തു എന്ന ദൈവത്തെ എന്താണെന്ന് ആ മകനിൽ കൂടി കേൾക്കുവാനും അതിൽ നിന്നും അതിനെ ഞാൻ വായിക്കാനും തുടങ്ങി. ആ മകളിൽ കൂട്ട എല്ലാ മെസ്സേജുകൾ കേൾക്കുവാനും അതിനെ താരം ചെയ്യുവാനും കേട്ട് എത്ര 1-2 വർഷമല്ല, 2020 മുതൽ 2000 ഇന്ന് വരെ ആ മകൻ്റെ മെസ്സേജുകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മകൻ എന്ത് പറഞ്ഞാലും ആ മെസ്സേജുകൾ കേൾക്കുന്തോറും ആ മകൻ്റെ നിന്നും നിനക്ക് ആ ആത്മീയമായി ബലപ്പെടുവാനും ആ മകനിലൂടെ ദൈവം സംസാരിക്കുന്നത്. അപ്പം നാം എത്ര തന്നെ ആയാലും ആത്മീയമായി ബലപ്പെടണം എന്നുണ്ടെങ്കിൽ എന്താണ്?
ആത്മാവ് നമുക്ക് വേണം. 2015-20 വരെ ഞാൻ ആത്മാവില്ലാതിരുന്നു. അതിനുശേഷം കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസം, ലക്ഷക്കണക്കിൽ പല സാമ്പത്തിക വിഷയങ്ങൾ, പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്നു. മകൻ്റെ വിഷയം, മകൻ മദ്യപാന പല വിഷയങ്ങളിലിരുന്നു. രക്ഷിക്കപ്പെടാതെ മകനായിരുന്നു. മദ്യപാനത്തിലും വളരെ വിഷയത്തിലും വളരെ പ്രയാസത്തിലുമൊക്കെ ഇരുന്നു. എന്നിരുന്നാലും ഞാൻ പ്രയാസപ്പെട്ടില്ല. കാരണം എന്താണ്? നമുക്കിവിടെ കഷ്ടങ്ങളുണ്ട്. യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ, ദൈവം പറഞ്ഞിട്ടുണ്ട്, സമാധാനത്തോടെ ഇരിക്കും, ഞാൻ ജയിച്ചിരിക്കുകയാണ് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ സമാധാനം നൽകിയിട്ട് പോകുന്ന ദൈവം പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ സമാധാനമാണ്. യോഹന്നാൻ 14:20 എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകിയിട്ട് പോവുകയാണ് യേശുക്രിസ്തു പറഞ്ഞിട്ട്. ആ സമാധാനിക്കുമ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ യേശു ക്രിസ്തുവിനോട് ചോദിച്ചിട്ടൊന്നുമില്ല. ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഇന്നുവരെ എൻ്റെ ദൈവത്തിനടുത്ത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിനകത്ത് സന്തോഷം, സമാധാനം എന്നുണ്ട്. മകൻ മാറി, എല്ലാം മാറി, മദ്യപാനം മാറി. അവൻ നല്ലൊരു കുടുംബത്തിലിണങ്ങിയ ഒരു പെൺകുട്ടിയെ തന്നു. മകൻ ഒരു പേരക്കിടാവിനെ തന്നു. സന്തോഷമായിട്ട് അവരിയ്ക്കുന്നു. ഇന്ന് മകൻ ആ ബിസിനസ് വളരെ ഭംഗിയായിട്ട് സന്തോഷിതമായി എൻ്റെ ദൈവം എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു. ഇതെല്ലാം ഞാൻ ചോദിച്ച് തന്നതല്ല. നാം ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ നടക്കും. അപ്പം നാം എന്താണ് ചെയ്യുന്നത്? ആ വചനം പറയുന്നുണ്ട്. അതായത് അവൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ നാം അവൻ്റെ ഇഷ്ടം എന്താണ് തന്നെ? സത്യദൈവമായ അങ്ങയെ ചെയ്തിരിക്കുന്ന പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പം സത്യദൈവമായ പിതാവ് അങ്ങയെ അയച്ചിരിക്കുന്ന പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. ആ പുത്രനെ അറിയുന്തോറുമാണ് നാം എന്താണ് ബലപ്പെടുന്നത്. ഇതൊന്നുമില്ലാതെ നമ്മൾ ഓരോ എബ്രായർ 13:21 വചനമുണ്ടല്ലോ. എബ്രായർ 13:21 വചനമുണ്ട്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നന്മ ചെയ്യുമ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. അവിടെ വചനം പറയുന്നുണ്ട്. എടുത്ത് വായിക്കണം, ഒന്ന് വായിച്ച് നോക്കണം. അവിടെ എബ്രായർ 13:21 വചനം കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ പ്രസാദിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം നന്മകൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ആദ്യം ദൈവദാസ്യം നമ്മൾ പരസ്പരം സ്നേഹം തന്നെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. പരസ്പരം കുടുംബത്തിൽ തുടങ്ങി, വീട്ടിൽ തുടങ്ങി, അന്യവരുടെ തുടങ്ങി, സകല പേരിലും നമ്മുടെ സ്നേഹം ഞങ്ങൾ കൂടി വെളിപ്പെടണം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞുകൊടുക്കപ്പെടുമ്പോൾ നന്മകൾ എന്താണ്? നന്മകൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് അർഹതപ്പെട്ടവർക്ക് നന്മകൾ ചെയ്യണം. നമ്മുടെ കിട്ടുന്നതെല്ലാം നമ്മുടെ പോക്കറ്റിനകത്ത് നിറയ്ക്കാൻ വേണ്ടി വന്നതല്ല. നമ്മൾ കിട്ടുന്നത് ഒരു പങ്കി നമ്മളെ കൊണ്ട് 500 കൊടുക്കാൻ പറ്റിയില്ലേ, ഒരു 100 കൊടുക്കണം. 1000 പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കണം. എന്താണ് നമ്മളെ പറ്റാൻ അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കണം. ദൈവം പറഞ്ഞിട്ടുണ്ട്, എല്ലാ നന്മകളും നമ്മൾ ചെയ്യണം. എൻ്റെ ദൈവമക്കളെ, നിങ്ങൾ ഇന്നും അനുഗ്രഹിക്കപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തു ഇല്ല. അപ്പം നാം എന്ത് ചെയ്യണം? അനുഗ്രഹിക്കപ്പെടും. സഭയിൽ പോയാൽ മതിയോ? നിങ്ങൾ വഞ്ചിതരാകരുത്. നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്താ ചെയ്യണം? യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോട് സ്വീകരിക്കണം. പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ ശക്തിയോട് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പം നാം എന്ത് ചെയ്യണം? അപ്പാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവൻ നമുക്ക് തരുമ്പോഴൊന്നും ഭയപ്പെടില്ല. എല്ലാം നമുക്ക് തന്നിരിക്കുകയല്ലേ. റോമർ 5:5 പറയുന്നുണ്ടല്ലോ. എന്തിനാണ്? എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ ദൈവത്തിനെ ഹൃദയത്തിനകത്ത് നമ്മൾ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മക്കളാവും. ഇത് എത്ര പേര് സ്വീകരിക്കുന്നുണ്ട്? അതെങ്ങനെ സ്വീകരിക്കുന്നു? നാം പാപിയായൊരു മനുഷ്യൻ എന്ന് ഏറ്റുപറയണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വാ കൊണ്ട് പറയുമ്പോഴാണ് നമ്മൾ മാനസാന്തരപ്പെട്ട്, അപ്പാ ഞാൻ പാപത്തിൽ കിടക്കുന്നപ്പാ, ഞാൻ പാവിയായൊരു മനുഷ്യപ്പാ, ഞാൻ ഇനി ലോകക്കാരനല്ല, ഇത്രയും കാലം ലോകത്തിലൂടെ ജീവിച്ചപ്പാ, ഞാൻ അങ്ങേക്കുള്ളവൻ എന്നെ മാറ്റിയെടുക്കപ്പാ, ഞാൻ പാപത്തിൽ കിടക്കുന്നപ്പാ, പാവിയായൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ വരും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ അപ്പോസ്തലർ 2:32 മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മയുടെ ഉള്ളിൽ വന്ന് സ്വർഗീയ പിതാവിൻ്റെ മക്കളായി ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയെ നമ്മൾ വീണ്ടും മക്കളായി. ഈ കാറ്റഗറിയിൽ വരുമ്പോൾ മാത്രമാണ് നമ്മളിന്ന് അനുഗ്രഹിക്കപ്പെടുന്നത്. അതൊന്നും ചുമ്മയില്ലാതെ ഒരു പേരിന് വേണ്ടി പേര് ക്രിസ്ത്യാനി സഭയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടില്ല. ചുമ്മാ ഇരുന്ന് 3 മണിക്കൂറോളം ഇരുന്നും ഓട്ടം കളിപ്പിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല. അവരങ്ങനെ വെളുത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും.
നിങ്ങളെ ഉള്ള കാശും മാച്ച് പിടിച്ച് വാങ്ങിച്ചും കൊണ്ട് പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഭജനം ഒന്നും അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ. പരസ്പരം അവിടെ സ്നേഹമേ ആർക്കുമില്ല. എന്തിനാണ് അവിടെ സ്നേഹമേ ഇല്ല. ആ 3 മണിക്കൂർ കഴിഞ്ഞ് വെളി വരട്ട് ലോകക്കാരെ പോലെ ജീവിക്കും. ഇരിക്കുന്നവർ അന്യഭാഷയും പറഞ്ഞുകൊണ്ടിരിക്കും. അന്യഭാഷ എന്തിനാണ്? പുറത്ത് വന്ന് അന്യഭാഷ പറഞ്ഞാൽ എന്തിനു പറയും? പുറത്ത് വന്നുകൊണ്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ട് അവരെന്തിനു പറയും? അത് ഭ്രാന്തനെ തന്നെ പറയും. ഈ പുറത്ത് പറയുന്നതിനെക്കാട്ടും 5-6 നല്ല സൽപ്രവൃത്തികൾ കാണിക്കട്ടെ. നല്ല സൽപ്രവൃത്തികൾ, താഴ്മ, സ്നേഹം, ദയ, കരുണ, മനസ്സൽമ, വിട്ടുകൊടുക്കുന്ന, ഇതെല്ലാം നമ്മളിൽ കൂടി കാണുമ്പം അനേകർ നമ്മളെ ശ്രദ്ധിക്കപ്പെടും എന്നതുപോലെ ഈ സഭയ്ക്കകത്ത് വന്നിരുന്നു കൊണ്ട് അനുകരിക്കപ്പെടാനാണ് സകല പേരും വരുന്നത്. എങ്ങനെ അനുകരിക്കപ്പെടും? സഭ വേണം, ഐക്യം വേണം, എല്ലാം വേണം. ഒന്നും നിങ്ങൾ വിട്ടുകളയരുത്. സഭയ്ക്കകത്ത് പോകുന്ന ഉദ്ദേശം യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കൊണ്ട് മാത്രമേ സഭയ്ക്കകത്ത് പോകാവൂ. നമ്മൾ രാവിലെ എഴുച്ച് കോവിലായിട്ട് പോകണം. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചു കൊണ്ട്, അപ്പൻ മകനെ ബന്ധത്തിരുന്നു കൊണ്ട് സ്വീകരിച്ചു കൊണ്ട് വേണം സഭയിൽ പോകാൻ. ചുമ്മാ ഒരു പേരിന് മാത്രമായി നിങ്ങൾക്കൊന്നും മാനസാന്തരം വരത്തില്ല. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ആ മകനായ മക്കളായി കൊണ്ട് മാത്രമാണ് അതിലേക്ക് വിടുക. അതുപോലെ അപ്പോസ്തലർ 2:47 പറയുന്നുണ്ട്. എന്തിനാണ്? രക്ഷിക്കപ്പെട്ട മക്കളെ ചേർക്കുവാനാണ് സഭയ്ക്കകത്ത്. രക്ഷിക്കപ്പെട്ടവരാണ്. എത്ര പേരാണ് രക്ഷിക്കപ്പെട്ട് സഭയിൽ വരുന്നത്? ഒരു പേരിന് വേണ്ടി മാത്രം മുങ്ങിയെടുത്ത് അതല്ല. നിങ്ങൾ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട് വേണം സഭയ്ക്കകത്ത് വന്നിരുന്നും കൊണ്ട് നിങ്ങൾ ആ ലെവലിൽ ഇരുന്ന് നോക്കി നിങ്ങൾക്ക് മാറ്റങ്ങളെല്ലാം വന്ന് ഓരോ ദിവസം എൻ്റെ ദൈവം നിങ്ങളെ നടത്തും. നിങ്ങൾക്ക് ഒന്നിനും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം വരൂരെന്നല്ല, ലോകത്തിലുണ്ട്, കഷ്ടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസം. എന്നാൽ അതിൻ്റെ നമ്മൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഈ നാഴിക വരെ ഫിലിപ്പിയർ 4:10 ഈ നാഴിക വരെ ഉണ്ണാനുമില്ല, ഉടുക്കാനുമില്ല, കുടിക്കാനുമില്ല, ഈ ലോകത്തിലെ ചപ്പും ചവറുമായിരുന്നു പൗലോസ് പറഞ്ഞുള്ള. ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, സന്തോഷിപ്പിൻ, വീണ്ടും സന്തോഷിപ്പിൻ, സന്തോഷമായിരിക്കും. ഇവിടെ നിന്നാണ് പറയണത്? ജയിലിൽ കിടന്നുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ പ്രിയജനങ്ങളെ, വരും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ കഷ്ടം വരും, ബുദ്ധിമുട്ട് വരും, പ്രയാസം വരും, എല്ലാം വെച്ചാൽ അത് ദീർഘകാലം അങ്ങനെ ഇരിക്കാൻ വേണ്ടിയല്ല. എബ്രഹാം ദൈവത്തിന് വിളിച്ചു. അദ്ദേഹം പണക്കാരനായി, അദ്ദേഹം വിളിക്കുന്ന സമയത്തെ അദ്ദേഹം പണം ആസ്തിയോടുന്ന മനുഷ്യനാണ്. എന്താണ്? പണത്തോടിരുന്നയാണ്. അപ്പോഴേ അദ്ദേഹം പണക്കാരനാണ്. അദ്ദേഹം കൂടെ ദൈവം അവൻ്റെ കൂടെ ഇരുന്നു. മോശയുടെ കൂടെ ദൈവം ഇരുന്നു. യോസെഫിൻ്റെ കൂടെ ദൈവം ഇരുന്നു. ദാവീദിൻ്റെ കൂടെ ദൈവം ഇരുന്നു. അപ്പോൾ ഇവരെല്ലാം ആട്ടിടയന്മാരായിരുന്നു. ഇവരെല്ലാം വിദ്യാഭ്യാസമില്ല, പഠിത്തമില്ല, ഒന്നുമില്ല. ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടില്ലേ? എങ്ങനെയാണ്? അവരെ കൂടെ നടന്നു. അതുപോലെ നമ്മളും യേശു ക്രിസ്തു നമ്മളിലും, നമ്മൾ യേശു ക്രിസ്തുവിന് മാത്രമാകുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അതാണ് യോഹന്നാൻ 15:1 പറഞ്ഞ, മുന്തിരിവള്ളി കൊടിയിൽ ചേർന്നിട്ടല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചേരുമ്പോൾ നമ്മൾ നല്ല ഫലങ്ങൾ, അതാണ് 8 പറയുന്നത്. യോഹന്നാൻ 15:8 പറഞ്ഞ, നല്ല ഫലങ്ങൾ ഞങ്ങൾ കൂടി വെളിപ്പെടുന്ന സ്നേഹം, ദയ, കരുണ, നല്ല സ്നേഹം, ദയ, കരുണ, മനസ്സിൽ നല്ല ഫലം നമ്മളെ കൂടി വെളിപ്പെടും. എന്താണ്? അപ്പൻ മകനത്തെ ബന്ധത്തിരിക്കും. അപ്പം യേശു ക്രിസ്തു നമ്മൾ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്തായി മാറുന്നത്? മക്കളായി മാറുന്നത്. എബ്രഹാമിൻ്റെ കൂടെ നടന്നതുകൊണ്ടാണ് അദ്ദേഹം എന്താണ്? അനുഗ്രഹിക്കപ്പെട്ടത്. അതിൽ സ്വത്തും പണവുമല്ല, ദൈവത്തിൻ്റെ കൂടെ നടന്നു. അതുപോലെ യോസേപ്പ് പോത്തിഫാറിൻ്റെ വീട്ടിൽ ഒരു വേലക്കാരനായിട്ട് കൊണ്ടിട്ട് ലാസ്റ്റ് അദ്ദേഹത്തിന് 39:1 അത് പറയുന്നുണ്ട്, യഹോവയോ യോസേഫിൻ്റെ കൂടെയിരുന്നു. പോത്തിഫാറിൻ്റെ എന്തെല്ലാം ആവശ്യങ്ങൾ അവിടെ വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. അവിടെ പോത്തിഫാറിൻ്റെ ഭാര്യ പല വിഷയങ്ങളായി അദ്ദേഹം തെറ്റായ വഴിക്ക് പ്രേരിപ്പിച്ചു. എന്നാൽ ആ മകൻ വിട്ടു ഓടുകയും ലാസ്റ്റ് ആ മകൻ എന്താണ് ചെയ്തത്? കാരണം എന്താണ്? അവൻ ചെറുപ്രായമാണ്, കല്യാണം ചെറുപ്രായം, 10-17 വീട് സുന്ദരനാണ് അവൻ എല്ലാം അവനെ ഏൽപ്പിച്ചിട്ടാണ് അവൻ്റെ പോത്തിഫാർ ഏൽപ്പിച്ചിട്ട് പോയത്. പക്ഷേ ആ മകൻ വിട്ടു ഓടി ചെറുപ്രായത്തിൽ. ഇന്ന് വാർദ്ധക്യം കഴിഞ്ഞ് 50-60 വയസ്സ് 70 വയസ്സാകുമ്പോൾ വരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലത്താണ്. അന്ന് ചെറുപ്രായം. എന്താണ് പോകാൻ കാരണം? യഹോവയോ യോസേഫിൻ്റെ കൂടെ നടന്നു. അതുകൊണ്ടാണ് ലാസ്റ്റ് ആ മകൻ്റെ അവസാനത്തെ എന്തായിരുന്നു? മകൻ അനുഗ്രഹിക്കപ്പെട്ട മകൻ. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനുണ്ട് പല പല കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം പ്രയാസം. ദൈവം നമ്മുടെ കൂടെ വരുമ്പോൾ കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളെല്ലാം വരും. അത് സഹജം തന്നെയാണ്. ഇത് അവസാനത്തോടെ ഇരിക്കാൻ വേണ്ടിയല്ല. പക്ഷേ ഇത് വരുമ്പോൾ നമ്മൾ ദൈവത്തെ അർപ്പിക്കണം. എനിക്കും അങ്ങനെ തന്നെ 2020 തൊട്ട് 15 മുതൽ 20 വരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം കഷ്ടതയും ഇന്ന് തീർന്നു വെച്ചാൽ തീർന്നില്ല. എന്നാലും ഞാനിന്ന് സന്തോഷത്തോടെ ഇരിക്കണം. ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഞാനൊന്നും സന്തോഷമായിരിക്കും. എനിക്കത് ഭാരമായിട്ട് തോന്നണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. സ്വത്തും പ്രതാപമൊന്നും ഇല്ല, അതല്ല.
കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ തരും, അത് പിന്നുള്ള കാര്യങ്ങൾ. എന്നാൽ നമുക്ക് ആദ്യം വേണ്ടത് കർത്താവ് നമ്മുടെ കൂടെ വേണം. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. എന്നാൽ അതാണ് നേരത്തെ എഫേസ്യർ 1 സകല ആത്മീക നന്മകളാലും യേശു ക്രിസ്തുവിന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്വീകരിക്കുക, യേശു കർത്താവിനെ നമ്മൾ സ്വീകരിക്കണം. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്ക് ഒരിക്കലും അനുഗ്രഹമില്ല, ആശീർവാദമില്ല. ഈ ആശീർവാദവും ഇതെല്ലാം ഇവിടെ നിന്നാണ് വരുന്നത്? യേശു ക്രിസ്തുവിൽ നിന്നാണ് വരുന്നത്. യേശു ക്രിസ്തുവിനെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അനുഗ്രഹമുള്ളൂ. അതല്ലാതെ പാസ്റ്റ് കൈവയ്ക്കുമ്പോഴും പാസ്റ്റ് പ്രാർത്ഥിക്കുമ്പോഴും അതല്ല. സഭയ്ക്കകത്ത് തന്നെ പറഞ്ഞു, ഇതാ വരുന്നു, ഇതാ വരുന്നു, അഭിഷേകം വരുന്നു, പരിശുദ്ധാത്മാവ് വരുന്നു, അതാ വരുന്നു, അത് വന്നുകൊണ്ട് തീ ഇറങ്ങി വരുന്നു, ഇതെല്ലാം വരുന്നു, സ്വീകരിച്ചോളും, 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 സ്വീകരിച്ചോളും. ചുമ്മാ ഇതൊന്നും പറ്റിപ്പാണ്, നിങ്ങളെ പൊട്ടന്മാരാക്കുകയാണ്. പരിശുദ്ധാത്മ ഒരിക്കലേ വരുള്ളൂ. അതാണ് അപ്പോസ്തലർ 1:8 പറയുന്നുണ്ട്, പരിശുദ്ധാത്മ നിങ്ങളുടെ മേലിൽ വരുമ്പോൾ നിങ്ങൾ ദേശത്തിലും സഭയ്ക്കും നിങ്ങളും സാക്ഷികളായിരിക്കും. ആ പരിശുദ്ധാത്മ നമ്മുടെ ദേഹത്തിൽ വരുമ്പോൾ എന്താണ് വന്നു? പരിശുദ്ധ വന്നു, അഭിഷേകം വന്നു, തീ വന്നു, എല്ലാം വന്ന്. പിന്നെ ഒന്നുമില്ല. ഒരു പാസ്റ്റ് കൈവച്ചാൽ വരത്തില്ല. പാസ്റ്ററിന് അതിനുള്ള അധികാരമൊന്നുമില്ല. പാസ്റ്റ് ഉപദേശകനാണ്. അതല്ല, പാസ്റ്റ് ഉപദേശകനാണ്. അതിന് ആ ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാതെ പാസ്റ്റ് കൈവച്ച ഉടനെ പരിശുദ്ധാത്മല്ല. എവിടെ? പാസ്റ്റ് നിറച്ച് വെച്ചേക്കണം, ബക്കറ്റ് നിറയുക. അതാ വരുന്നു, ഇതാവുന്ന അഭിഷേകം വന്നിരിക്കുന്നു, തീ ഇറങ്ങി വരണം, തീ ഇറങ്ങി വരണം. ഇതെല്ലാം കള്ളത്താനമാണ്. ഇതൊന്നും നിങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നുമില്ല. അഭിഷേകം ഒരിക്കലേ ഉള്ളൂ. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെയാണ്. അതാണ് എഫേസ്യർ 1:13-14 സുവിശേഷത്താൽ സുവിശേഷം കേട്ട് വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ മുദ്രയിടുകയാണ്. എല്ലാം വന്നു കഴിഞ്ഞു. മുദ്രയിടുമ്പോൾ എന്താണ്? സുവിശേഷം കേട്ട് വിശ്വസിക്കുമ്പോൾ വിശ്വാസത്താൽ പരിശുദ്ധാത്മ അകത്ത് വരും. ഇതല്ലാതെ ഒരു പാസ്റ്റ് ദേഹത്തുകൊണ്ട് കൈവയ്ക്കുമ്പോഴോ സഭയിൽ പോകുമ്പോഴോ അതല്ല. സഭ നമുക്കെന്തിനാണ്? ഞാനും നിങ്ങളൊക്കെയാണ് സഭ. ക്രിസ്തു തലയായിട്ടിരിക്കണം. നമ്മളെന്താ? ആത്മാവോട് കൂടി പോകണം. യേശുവിൻ്റെ ആത്മാവോട് കൂടി പോകണം. ആത്മാവോട് കൂടി വരുന്നുകൊണ്ട് നമ്മൾ ആത്മാവോട് കൂടി ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇരുന്നുകൊണ്ട് ചെയ്യണം. നന്മയുള്ള കാര്യങ്ങളും അവർക്ക് സഹായിക്കണം, അവർ നമ്മളെ സഹായിക്കണം. നമുക്ക് തന്ന വചനം അങ്ങോട്ട് പറയണം, അവരുടെ വചനങ്ങൾ നമുക്ക് കേൾക്കണം. എല്ലാ കാര്യങ്ങളും അവിടെ ഇരിക്കണം. സഭ നമുക്ക് കൂട്ടായ്മ നമുക്കിതിനാണ്. അതാണ് 1 കൊരിന്ത്യർ 1 നമ്മൾ ഐക്യത്തോടിരിക്കണം. നാം ഐക്യത്തോടെ ഉണ്ടോ? കൂട്ടായ്മ ഉണ്ടോ? നമുക്ക് ഐക്യത്തോടെ യേശു ക്രിസ്തുവോട് ഐക്യബന്ധം. എന്താണ്? അപ്പൻ മകൻ എന്ന ബന്ധം. ആ ബന്ധത്തിലിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. എൻ്റെ ദൈവജന മക്കളെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ആശീർവദിക്കപ്പെടും. തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും, ആശീർവദിക്കപ്പെടും. ദാവീദിൻ്റെ കാര്യങ്ങൾ വായിക്കുമ്പോൾ അറിയാമല്ലോ. ദാവീദ് ഗോലിയാത്തിനെ എതിർത്ത മനുഷ്യൻ. ആരുമില്ല, രാജാവായിരുന്നു ഗോലിയാത്ത്. അന്ന് ആട്ടിടയനായിരുന്നു. ആരും എതിർക്കാൻ ആളില്ല. ഒരു 18 വയസ്സ് അദ്ദേഹം ഇരിക്കുകയാണ്. വെയിറ്റും കാര്യങ്ങളും ഇതുമായിട്ടിരിക്കണം. ആ മകനെ എതിർക്കാൻ ആ ദേശത്ത് ആരും, പട്ടാളം എല്ലാം രാജാവ് പട്ടാളം എല്ലാം രാജാവാണ്, പട്ടാളം. ആ ഗോലിയാത്തിനെ എതിർക്കുവാൻ ആരുമില്ല. ആ ദാവീദ് ഞാൻ എതിർക്കാമെന്ന് പറഞ്ഞു. ഞാൻ എതിർക്കാമെന്ന് പറഞ്ഞു. ശൗൽ രാജാവായിരുന്നു ഗോലിയാത്തിനെ എതിർക്കാൻ. അപ്പം ശൗൽ രാജാവായിരുന്നു ഗോലിയാത്തിനെ എതിർക്കാനാണ്. അപ്പം ദാവീദ് പറഞ്ഞെന്താണ്? ഞാൻ എതിർക്കാം, ഞാനോട് ഫൈറ്റ് ചെയ്യാം. എന്താ പറയാൻ കാരണം എന്താണ്? അവൻ്റെ കൂടെ യഹോവയോ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ശൗൽ രാജാവായ ശൗലിന് രാജാവുണ്ട്, എല്ലാമുണ്ട്, പട്ടാളമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഗോലിയാത്തിനെ എതിർക്കാൻ പറ്റുന്നില്ല. ദാവീദിനും ആൾ സ്ലിമ്മാണ്, ശരീരമില്ല, ഒന്നുമില്ല. ഞാൻ എതിർക്കും. എന്താണ് പറയാൻ കാരണം? ദൈവമോ യഹോവയോ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ദൈവമക്കളെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം വന്നതുപോലെ തന്നെയാണ്. അവൻ ആദ്യം നമ്മളെ ഹൃദയത്തിനകത്തൊന്ന് സ്വീകരിച്ചു കൊണ്ട് നിങ്ങൾ ആത്മീയമായി ബലപ്പെടണം, ശക്തിപ്പെടണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കും, സകല രാജ്യവും കൊടുക്കപ്പെടും. എന്താണ് രാജ്യവും നീതി? നേരത്തെ ഹൃദയത്തിനകത്തിനെ സ്വീകരിക്കപ്പെടും. മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തു നാമത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ, യേശുക്രിസ്തു അകത്ത് വരുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു. പരിശുദ്ധ അകത്ത് വരുമ്പോൾ മകനായി മക്കളായി പരിശുദ്ധം നൽകി കഴിഞ്ഞു. ഇതല്ലാതെ വെറുതെ നിങ്ങൾ സഭയ്ക്ക് പോയി എല്ലാം കിട്ടി എല്ലാം വരും എന്ന് പറഞ്ഞുകൊണ്ട് പോയിരുന്നാൽ വരില്ല. നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങൾ തന്നെ വേണം പ്രാർത്ഥിക്കാൻ. അല്ല പാസ്റ്റർ അല്ല പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ ആത്മാവ് തന്നെയാണ് പാസ്റ്റർ ദേഹത്തുമുണ്ട്. നിങ്ങൾ അപ്പൻ മകനെന്ന ബന്ധമല്ലേ. പിന്നെ എന്താണ് പാസ്റ്ററിൻ്റെ അടുത്ത് പോകുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കും.
അപ്പൻ്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് മകനായിരുന്നു കൊണ്ട് മക്കളായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് സംസാരിക്കും. അന്ന് ഓരോ ദിവസം എന്തെല്ലാം കാര്യങ്ങളും അതെല്ലാം ദൈവത്തിനോട് സംസാരിക്കും. എൻ്റെ ദൈവം മറുപടി തരും. അതല്ലാതെ നിങ്ങൾ ചുമ്മാ പാസ്റ്റർമാരെ ആശ്രയിച്ചൊന്നും നിങ്ങൾ പോകരുത്. പാസ്റ്റർ നമുക്ക് വേണം, പാസ്റ്ററിൻ്റെ ഉപദേശം കേൾക്കണം, അനുസരിക്കണം. മൂപ്പൻ നമുക്ക് വേണം, സഭ വേണം, സഭയ്ക്കകത്ത് പോകണം, പരസ്പരം സഹായിക്കണം, എല്ലാം വേണം. ഇതെല്ലാം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പാസ്റ്റർ തന്നെ നിങ്ങൾ ആശ്രയിച്ച് നടക്കരുത്. അപ്പം നിങ്ങളുടെ മുമ്പിൽ എന്താണ്? യേശു ക്രിസ്തു ഇല്ലാന്നാണ്. അപ്പം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്നാണ് യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കണം. അപ്പാ പിതാവെന്ന പുത്രത്തിൻ്റെ ആത്മാവ് നമുക്ക് വരുമ്പോൾ നമുക്കെല്ലാം നമുക്ക് വന്നു കഴിഞ്ഞു. പിന്നെ എന്താ പറയും പോലെ നമ്മൾ പിന്നെ പുത്രത്തിൻ്റെ ആത്മാവിലെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മളിന്ന് സ്വതന്ത്രമായി കഴിഞ്ഞു. ലോകത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ റോമർ 8:17 പറഞ്ഞാൽ നമ്മൾ സ്വതന്ത്രമായി കഴിഞ്ഞു. എവിടെ സ്വതന്ത്രമായി കഴിഞ്ഞു? ലോകത്തിൽ നിന്നും ദൈവത്തിലേക്ക് സ്വതന്ത്രമായി മകനായി മക്കളായി കഴിഞ്ഞു. പിന്നെ നമ്മളെന്തിനാണ് ഭാരപ്പെടുന്നത്? അപ്പം നിങ്ങൾ കഷ്ടം മാറിയിട്ടില്ല, ബുദ്ധിമുട്ട് മാറിയിട്ടെന്ന് നിങ്ങളിനി മകനായിട്ടില്ല, മക്കളായിട്ടില്ല. എൻ്റെ പ്രിയ ജനമേ, നിങ്ങൾ ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്, ദുഃഖിതരാവരുത്. എല്ലാം യേശു ക്രിസ്തുവിലാണുള്ളത്. അവനെ ഒന്ന് ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിക്കും. പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ ശക്തിയോട് ഒന്ന് സ്വീകരിച്ച് നോക്കുകയും നിങ്ങൾക്കെല്ലാം വരും. എന്താ പറയുമ്പോൾ ആ 33 പറയുമ്പോൾ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കപ്പെടരുത്. നിങ്ങൾക്ക് എന്താണ് മുമ്പേ നിങ്ങൾക്ക് എന്നെ വേണമെന്ന് ഞാൻ അറിയുന്നുണ്ടല്ലോ. ഇന്ന് കുടിക്കും, ഇന്ന് തിന്നും, എന്ത് കൊടുക്കും, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ദുഃഖിക്കരുത്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് ഇതെല്ലാം കൊടുക്കുമ്പോൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് ഇതെല്ലാം നിങ്ങൾക്ക് തരാതിരിക്കുമോ? അതാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്. മുമ്പേ എന്താണ്? മുമ്പേ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ. ഇത് അന്വേഷിക്കാതെ നിങ്ങൾ വീണ്ടും ഭൗതിക നന്മകൾക്കും ബോധത്തെ പോലെ ജീവിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹം വരത്തില്ല. അനുഗ്രഹമല്ല. മുമ്പേ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ. രാജ്യവും നീതിയും ഇവിടെ തന്നെയാണ്. ഇത് വീണ്ടും എടുത്തു പറയാൻ കാരണം മക്കൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചുമ്മാ ബൈബിൾ വായിച്ചുകൊണ്ട് പോയാൽ ഒന്നും മനസ്സിലാക്കത്തില്ല. എൻ്റെ പ്രിയ ജനങ്ങളെ, നിങ്ങൾ വഞ്ചിതരാകാതെ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനകത്തൊന്ന് സ്വീകരിക്കുക. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടുകൂടി എൻ്റെ ദൈവത്തെ ഒന്ന് സ്വീകരിച്ച് അവൻ്റെ വഴി നമ്മൾ ദൈവം ആലയമല്ലേ, നാമല്ലേ ആലയം, നാമല്ലേ മന്ത്രം. 1 കൊരിന്ത്യർ 3:16 പറയുന്നുണ്ട്. 16:19 പറഞ്ഞു. പരിശുദ്ധ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. പിന്നെന്താണ്? മുമ്പൊക്കെ എന്താണ്? ജനമായിരുന്നു. നമ്മളിപ്പോൾ ആരാണ്? മക്കളല്ലേ. നമ്മളുടെ ഉള്ളിലല്ലേ ദൈവം വസിക്കുന്നത്. നമ്മൾ മന്ദിരമായി കഴിഞ്ഞു. പിന്നെന്താണ്? നിങ്ങൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? അപ്പം നാം ഭാരപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ യേശു ഇല്ല. അപ്പം ദൈവം എന്താണ്? നമ്മുടെ കൂടെ വന്ന് വസിക്കാൻ വേണ്ടിയാണ് എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മകൻ യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചത്. നിങ്ങളെ പുത്രനെ സ്വീകരിച്ചു കൊണ്ട് ഹൃദയത്തിനകത്ത് മന്ദിരമാക്കി ആലയമായിട്ട് സ്വീകരിക്കണം. അതിന് നാം എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ പേരിന് മാത്രം രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട് അവൻ്റെ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോട് ശരിക്കുമ്പോൾ എൻ്റെ ദൈവം ഉള്ളിൽ വരും. എന്താണ് രക്ഷിക്കപ്പെടുന്നത്? വീണ്ടും ജനിക്കണം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണത്. നിക്കോത്തിമേസ് യോഹന്നാൻ 3:6-7 നിക്കോത്തിമേസ് എന്ന വലിയ മകൻ, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഒന്ന് പറയാണ്. ആ മകൻ പണ്ഡിതനും പാമരനും എല്ലാം അറിയുന്നൊരു മകനാണ്. ദാനശീലനാണ്, നല്ല വ്യക്തിയാണ്, എല്ലാം അറിയാം. യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് പറയുകയാണ്, നീ ദൈവപുത്രനല്ല എന്നുണ്ടെങ്കിൽ ദൈവം നിന്നിലില്ലെന്ന് നീ ഇങ്ങനെ പറയൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് യേശു ക്രിസ്തു മറുപടി കൊടുക്കുകയാണ്, നിക്കോത്തിമേസേ, നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരുവൻ സ്വർഗ്ഗരാജ്യം സമീപിക്കാൻ കഴിയത്തില്ല. അപ്പോൾ എന്താണ്? അതെങ്ങനെ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും ജനിക്കാൻ പറ്റുമോ? ഇല്ല. ഈ വിഷയം എഹേസ്കേൽ 36:26 കിടക്കുന്ന വിഷയം ഇവൻ അറിഞ്ഞൂടാ. എന്താണ് അവിടെ പറഞ്ഞത്? 26 എഹേസ്കേൽ 36:26 ഇത് കിടപ്പുണ്ട്. ഞാൻ എൻ്റെ പുതിയ ഹൃദയം നിങ്ങൾക്ക് തന്നുകൊണ്ട് ആ പഴയ ഹൃദയത്തിന് എടുത്തുകൊണ്ട് എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തന്നുകൊണ്ടും എൻ്റെ വഴിയിൽ നിങ്ങൾ നടത്തുകൊണ്ട് എൻ്റെ പരിശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് ഞാൻ തളിക്കുമ്പോൾ ഞാൻ എൻ്റെ വഴി നിങ്ങൾ നടത്തും. ഇത് തന്നെയാണ് എഹേസ്കേൽ 11:19 ഈ വാക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? നമ്മൾ ദൈവം അകത്ത് വരുമ്പോൾ പരിശുദ്ധം അവിടെ വന്നു കഴിഞ്ഞു. എന്താണ്? തളിപ്പ് ഇവിടെ. അതാണ് യഥാർത്ഥ തളിപ്പ് വന്നു കഴിഞ്ഞു. നമ്മൾ സ്നാനം ചെയ്യുമ്പോൾ നമ്മളത് മരിച്ചു പോയാണ്. പഴയ മനുഷ്യനെപ്പെട്ട് പുതിയ മനുഷ്യൻ രൂപാന്തരപ്പെടാൻ, പുതിയ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെട്ട് വരുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ട് മകനായി മക്കളായി ആ വഴിക്ക് നടക്കുമ്പോൾ പിന്നെ നമ്മളെന്തിനെ പാസ്റ്ററിനെ ആശ്രയിച്ച് പോകത്തില്ല. എൻ്റെ ദൈവജനമേ,
മക്കളെ, നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറും, ബുദ്ധിമുട്ടുകൾ മാറും. നിങ്ങൾ വീണ്ടും ദുഃഖിതരായി ഇരിക്കരുത്. നിങ്ങളുടെ കഷ്ടങ്ങളെല്ലാം മാറും. നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഒന്ന് സ്വീകരിച്ചാൽ മാത്രം മതി. ചുമ്മാ അവർ പറയും പോലെ ഇവർ പറയും പോലെ സഭയ്ക്ക് പോകുന്നു. സഭ നിങ്ങൾക്ക് പോകണം, പോവാതെ നിന്നിരിക്കുന്നു. പോകണം, സഭയ്ക്ക് തീർച്ചയായിട്ടും പോകണം. ഐക്യം നമുക്ക് വേണം, സഭ കൂട്ടായ്മ നമുക്ക് വേണം. ഒന്നിനും വയ്ക്കും, നന്മ ചെയ്യുവാനും കൂട്ടായ്മ, ഒന്നും ചെയ്യരുത്. നന്മയും ചെയ്തതിന് കൂട്ടായ്മയിലെല്ലാം പോകാതെ ഒന്നും ഇരിക്കരുത്. എൻ്റെ ദൈവം ഇതെല്ലാം പറഞ്ഞിട്ടാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ ജനമക്കളെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ വഞ്ചിതരാകരുത്. സഭ വേണം, സഭയ്ക്കകത്ത് പോകണം, എല്ലാം വേണം. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് ഒന്ന് സ്വീകരിച്ച് അവനെ യോഹന്നാൻ 1:12 വീണ്ടും വീണ്ടും പറയുകയാണ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മകനായി, മക്കളായി. ഈ ഒന്ന് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നന്മകൾ തേടി വരുള്ളൂ. അതാണ് എഫേസ്യരിൽ പറഞ്ഞ വീണ്ടും ഒന്നുകൂടെ ഞാൻ വീണ്ടും പറയാണ്. എഫേസ്യർ 1:9 എന്താണ്? സകല ആത്മീക നന്മകളാലും യേശു ക്രിസ്തുവിനകത്താണുള്ളത്. അപ്പം എവിടെയാണുള്ളത്? സകല ആത്മീക നന്മകളും. അപ്പം നിങ്ങൾ ചോദിക്കും, യേശുവിനെ സ്വീകരിക്കാതാണ് നമ്മൾ? ഇല്ല. സ്വീകരിക്കാതാണ് സഭയിൽ ഇല്ല. യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയാസം മാറും, ബുദ്ധിമുട്ട് മാറും, എല്ലാം മാറും. നിങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നത്. പാസ്റ്റർ എന്ത് പറഞ്ഞു അതൊക്കെ കേൾക്കണം, കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കണം. അടിമയാവരുത്, പാസ്റ്ററിന് അടിമയാവരുത്. എന്നിട്ട് എൻ്റെ ദൈവമേ, ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേട്ടനും പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.